നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തൈറോയിഡ് രോഗികളുടെ എണ്ണത്തിലെ വർധന ആശങ്കാജനകമെന്ന് ഹോമിയോപ്പതി മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ. രോഗബാധയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്. ആരമുന്നയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രവർത്തകർ കൊഴിയുന്നു. കൊഴിഞ്ഞുപോയവർ സിപിഐയിലേക്ക്. പത്തനാപുരം മണ്ഡലത്തിലെ അംഗവൈകല്യമുള്ളവർക്കെല്ലാം മുച്ചക്രവാഹനം നൽകുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. കടലോര മേഖലയായ കേരളത്തിൽ തൈറോയിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് ഹോമിയോപ്പതി മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ എൻ.കെ. ചന്ദ്രബാബു. 1000 സ്ത്രീകളെ എടുത്താൽ 500 പേരും തൈറോയിഡ് രോഗബാധിതരാണെന്നുള്ളത് സംസ്ഥാനം അതീവ ജാഗ്രതയോടെ കാണണമെന്ന് ഡോക്ടർ എൻ.കെ. ചന്ദ്രബാബു പറഞ്ഞു. തീരദേശ സംസ്ഥാനമായിട്ട് കൂടി അയഡിന്റെ ഉപയോഗം ധാരാളമായി നാം ഉപയോഗിക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി ഈ രോഗം ധാരാളമായി കേരളത്തിൽ കണ്ടുവരുന്നതായി ജയ്പൂരിലെ സാൾട്ട് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. പുനലൂർ നഗരസഭയിൽ സംഘടിപ്പിച്ച തൈറോയ്ഡ് ഡിസീസ് പ്രോഗ്രാമിന് ക്ലാസ് എടുക്കാനെത്തിയപ്പോഴാണ് ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇത്തരം വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അയഡിന്റെ അഭാവം മൂലം ആണ് ഇതെങ്കിൽ എന്തുകൊണ്ട് അയഡിൻ കൂടുതൽ കഴിക്കുന്ന സംസ്ഥാനത്ത് ഈ രോഗം ധാരാളമായി കണ്ടുവരുന്നു? മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ 4 കോടി ജനങ്ങൾക്ക് ഈ തൈറോയിഡിന്റെ വിവിധ രോഗങ്ങൾ ഉള്ള രോഗികളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ രോഗം കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഏതാണ്ട് തൈറോയ്ഡ് അനുബന്ധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഏതാണ്ട് 50% രോഗികൾ, സ്ത്രീകളിൽ 50%-ഓളം രോഗികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ജയ്പൂരിലെ സാൾട്ട് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ തൈറോയിഡ് രോഗികളുള്ളത് കേരളത്തിലാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കൊച്ചിയിലും. കടലോര മേഖലയായ കേരളത്തിൽ കടൽ മത്സ്യം കഴിക്കുന്നവരാണ് അധികവും. അതിൽ നിന്നും അയോഡിന്റെ കുറവ് മൂലമല്ല തൈറോയിഡ് രോഗമുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് പുതിയ പഠനം അനിവാര്യമാണ്. മനുഷ്യ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥികളാണ്. വിവിധ തരം തൈറോയിഡ് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. രക്തപരിശോധന, സ്കാനിംഗ്, ലാബ് പരിശോധന എന്നിവയിലൂടെ ശരിയായ രോഗനിർണയം നടത്തി ഫലപ്രദമായ ചികിത്സയിലൂടെ രോഗം ഭേദപ്പെടുത്താവുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോ ഡിസാസ്മെന്റിന്റെയും പുനലൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുനലൂർ നഗരസഭയിൽ തൈറോയിഡ് ഡിസീസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തൈറോയിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ഇവിടെ ഡോക്ടർ പരിശോധന നടത്തിയതിൽ നഗരസഭയിലുള്ള മലയോര പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് ഈ അസുഖം ഉണ്ടാകാം, പക്ഷെ സ്ത്രീകൾക്കാണ് കൂടുതലും ഈ അസുഖം കണ്ടു തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സിക്കുന്നതിന് വേണ്ടി, അതായത് 50% സ്ത്രീകൾക്കും ഇതിന്റെ ആരംഭമുണ്ട്. ഈ അസുഖം കാരണം, തൈറോയിഡിന്റെ അസുഖം കാരണം നമുക്ക് മറ്റ് പല അസുഖങ്ങളും ഉണ്ടാകും, പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല. ഇത് കാലക്രമേണ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ക്യാൻസർ രോഗം, വന്ധ്യത, ഇങ്ങനെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ്.എ. സലീം ആമുഖ പ്രഭാഷണം നടത്തി. ഹോമിയോപ്പതി റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ.കെ. ചന്ദ്രബാബു എം.ഡി. ക്ലാസുകളെടുത്തു. ഈ തൈറോയ്ഡ് ഡിസീസ് എന്തുകൊണ്ട് ഹോമിയോപ്പതിയിൽ ഞാൻ കൊട്ടാരക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 93-ൽ കണ്ടമാനം രോഗികൾ അവിടെ വരുന്നു. എനിക്ക് ഒരു വിശ്വാസമില്ല ഈ രോഗികളുടെ അസുഖം മാറുന്നു, തുറന്നു പറയാം. പക്ഷെ അവരെല്ലാം എൻ്റെ അടുത്ത് വരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ നിങ്ങളൊരു ENT സർജനെയോ അല്ലെങ്കിൽ എൻഡോക്രിനോളജിസ്റ്റിനെയോ കാണാത്തത്? ഡോക്ടറെ, ഞങ്ങൾ അവിടെ എല്ലാം പോയതാണ്. പോയ ഒരു കേസ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു, വീണ്ടും സ്റ്റഡി ചെയ്തു, ഞങ്ങളുടെ ഡോക്ടർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഞങ്ങളുടെ സംഘടനകളിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർമാർ പരാജയപ്പെടുന്നതിന്റെ കാരണം ഹോമിയോപ്പതി അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ തന്നെയാണ് അതിന്റെ പരാജയത്തിന് കാരണം. ഞങ്ങളുടെ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റിലാണ് പരാജയത്തിന് കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും സർവേ നടത്തുന്നതിനും ജില്ലാ പഞ്ചായത്തിൽ സർവേയും ഒരു തൈറോയ്ഡ് ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിനും കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ഒരു ബൃഹത്തായ പദ്ധതി, ഒരു പ്രോജക്ട് കൊടുക്കുകയും അംഗീകരിക്കുകയും അതിന്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് എന്നെ വയ്ക്കുകയും ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഭാസ്കരൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത് കൊട്ടാരക്കര തുടങ്ങി.
പുനലൂർ നഗരസഭയുടെ 2014-15 ബഡ്ജറ്റിൽ തൈറോയ്ഡ് ഡിസീസിനായി പ്രത്യേകം ഫണ്ട് അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പുകളും അനുബന്ധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയത്. ജില്ലയുടെ മലയോര മേഖലയായ പുനലൂരും സമീപ പഞ്ചായത്തുകളിലും തൈറോയ്ഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയ സർവേയിൽ പുനലൂർ നഗരസഭ പരിധിയിൽ മാത്രം 600 രോഗികളെ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. നഗരസഭാ കൌൺസിലേഴ്സ്, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇവർ വാർഡുകളിൽ നടത്തുന്ന സർവേയിൽ രോഗികളെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകുന്നതിനായാണ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം പുനലൂർ കേന്ദ്രമായി തൈറോയ്ഡ് റിസർച്ച് സെന്റർ തുടങ്ങുന്നതിനും പദ്ധതിയുണ്ട്. ഇതിനായി കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായവും തേടും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കലഞ്ഞൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാദ് 2015 എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീമിന്റെയും കൌൺസിലിംഗ് ഹെൽത്ത് വിഭാഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ടി തുളസീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം കോന്നി IFT പ്രിൻസിപ്പൽ ബീന കുര്യൻ നിർവഹിച്ചു. ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന ഈ ഫുഡ് ഫെസ്റ്റ് സ്വാദ് 2015 ഉദ്ഘാടനം ചെയ്യുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുപ്രസിദ്ധ സിനിമാ പിന്നണി ഗായിക ചന്ദ്രലേഖ മുഖ്യ അതിഥിയായിരുന്നു. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ശ്രീധർ, വാർഡ് മെമ്പർ രഘു ഓലിക്കൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബിതാമോൾ, S ശ്രീദേവി, NSS പ്രോഗ്രാം ഓഫീസർ J പ്രദീപ് കുമാർ, വർഗീസ് മാത്യു തരകൻ, KK മുരളീധരൻ, N ഷാജി, ഷീല വിജയ്, സജയൻ ഓമല്ലൂർ, ഫിലിപ്പ് ജോർജ്, വിനോദ് തലവൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിച്ച 25 പേർ CPIയിൽ ചേർന്നു. ആരംപുന്ന വാർഡിന്റെ പടിഞ്ഞാറൻ മേഖല റേഷൻ കട ഭാഗത്താണ് CPIയിൽ പുതിയ അംഗങ്ങൾ എത്തിയത്. ഇവർക്കായി പുതിയ ബ്രാഞ്ച് കമ്മിറ്റിയും രൂപീകരിച്ചു. പുനലൂർ നഗരസഭയിലെ ആരംപന്ന വാർഡിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ റേഷൻ കട ഭാഗത്ത് വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്ന 25 പേർ CPIയിൽ ചേർന്നു. ഈ മേഖല കേന്ദ്രീകരിച്ച് പുതിയ ബ്രാഞ്ച് കമ്മിറ്റിയും രൂപീകരിച്ചു. ബ്രാഞ്ച് രൂപീകരണ യോഗത്തിൽ ബാലൻപിള്ള അധ്യക്ഷനായിരുന്നു. പുതിയ അംഗങ്ങളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS സുപാൽ XMLA സ്വീകരിച്ചു. യോഗത്തിൽ CPI വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J ജ്യോതികുമാർ, CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ J ഡേവിഡ്, അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ, VS പ്രവീൺകുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MG മനീഷ്, റോയി ഫിലിപ്പ്, CPI ആരംഭന ബ്രാഞ്ച് സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, AIYF പുനലൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ശ്യാം ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയ ഗെയിംസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള റൺ കേരള റൺ കിഴക്കൻ മേഖലയിൽ വിജയിപ്പിക്കുന്നതിനായി തെന്മല ഗ്രാമപഞ്ചായത്തിലെ ആലോചനാ യോഗം 16-ന് നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അറിയിച്ചു. ദേശീയ ഗെയിംസിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റൺ കേരള റൺ പരിപാടിയുടെ വിജയത്തിനായി തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആലോചനാ യോഗം ഈ മാസം 16-ന് ചേരുമെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അറിയിച്ചു. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആവേശകരമായി മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തെന്മല പഞ്ചായത്തിൽ റൺ കേരള റൺ വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി 16-ാം തീയതി രാവിലെ 10 മണിക്ക് തെന്മല ഗ്രാമപഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് തെന്മല പഞ്ചായത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ ഗവൺമെന്റ് മറ്റ് സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാരെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രതിനിധികളുടെ മീറ്റിംഗ് നടക്കുകയാണ്. 20-ാം തീയതി രാവിലെ 10:30-നാണ് കേരളത്തിലുടനീളം റൺ കേരള റൺ പരിപാടിക്ക് തുടക്കം കുറിക്കുക. രാവിലെ 10-ന് തെന്മല ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സാമൂഹിക രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാകും യോഗം ചേരുക. ലൈവ് വാർത്ത, തെന്മല. കേരളത്തിലെ പ്രമുഖ പാദരക്ഷ ബ്രാൻഡായ ഒഡീസിയയുടെ പുതിയ ഉൽപ്പന്നമായ ബാക്ക് പാക്ക് ശ്രേണി വിപണിയിലെത്തി. ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ ജേതാവ് PR ശ്രീജേഷ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. കോഴിക്കോട് ഗേറ്റ്വേ ഹോട്ടലിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഒഡീസിയ ചെയർമാൻ P ശശിധരൻ അധ്യക്ഷനായി. ഡൽഹി സുബ്രതോ മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് റണ്ണറപ്പ് MS സുജിത് PR ശ്രീജേഷിൽ നിന്നും ബാക്ക് പാക്കുകൾ ഏറ്റുവാങ്ങി.
പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമ്മങ്ങൽ അഹമ്മദ്, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുഗതൻ, മുൻ ഇന്റർനാഷണൽ ഫുട്ബോളർ യു ഷറഫലി, ഓൾ കേരള ഫുട്വെയർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ സലീം, കേരള ഫുട്വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി CP അബൂബക്കർ, കോഴിക്കോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബാബുരാജ് PA, ആക്സിസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് CK പ്രദീപ് കുമാർ, ഒഡീസിയ ഡയറക്ടർമാരായ MK ഫിറോസ്, P ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഒഡീസിയ മൊത്തവിതരണക്കാർക്കുള്ള 2013-14 വർഷത്തെ ഡയമണ്ട് ഡീലർ പുരസ്കാരം ചെയർമാനിൽ നിന്നും കോഴിക്കോട് ഫാൽക്കൺ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡിനു വേണ്ടി ബിജു ASഉം, പ്ലാറ്റിനം ഡീലർ പുരസ്കാരം മഞ്ചേരി പ്രോമിസ് ചപ്പൽസിനു വേണ്ടി KM അബ്ദുൽ സലാമും, തൃശൂർ സ്മാർട്ട് ഏജൻസീസിനു വേണ്ടി C രാജൻ, ഷിബു M, ബാബു CJ എന്നിവരും ഏറ്റുവാങ്ങി. ഗോൾഡൻ ഡീലർ പുരസ്കാരം കോഴിക്കോട് സവാരി ഫുട്വെയറിനു വേണ്ടി TK ഹസൻ ഹാജിയും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയോജക മണ്ഡലത്തിൽ അംഗവൈകല്യമുള്ള മുഴുവൻ പേർക്കും മുച്ചക്ര വാഹനം നൽകുമെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ പനമ്പറ്റയിൽ പുതുതായി നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗവൈകല്യമുള്ള ആളുകൾക്കും 3 വീലുള്ള സ്കൂട്ടർ കൊടുക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കണം. അത് പഞ്ചായത്ത് വികലാംഗർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന 5% മതിയാവും. ബാക്കിയുള്ള പൈസ MLAയുടെ ഫണ്ടിൽ നിന്നും പിന്നെ അതുപോലെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും വരും. അപ്പോൾ 12 ലക്ഷം രൂപയാണ് മൊത്തം സ്കൂട്ടർ വാങ്ങാൻ ചിലവാകുന്നതെങ്കിൽ അത് 4 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിവെക്കുക. ബാക്കി 8 ലക്ഷം രൂപ MLAയുടെ ഫണ്ടായിട്ടും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഫണ്ടായിട്ടും തരും. അങ്ങനെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വൈകല്യമുള്ളവർക്ക് അംഗവൈകല്യമുള്ളവർ 17 വയസ്സ് മുതൽ കണക്കെടുക്കണം. ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് 17 വയസ്സ് മുതൽ 55 വയസ്സ് വരെ, അതായത് സ്വന്തമായി ഈ സ്കൂട്ടർ ഓടിച്ചു പോയി ജോലിയോ കച്ചവടമോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളോ നടത്താൻ കഴിയുന്ന ആരോഗ്യം വേണം. കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെയും APL BPL മാനദണ്ഡം നോക്കാതെയും മണ്ഡലത്തിലെ മുഴുവൻ വരുന്ന വികലാംഗർക്കും മുച്ചക്ര വാഹനം നൽകുമെന്നും തലവൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 11 അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുവാൻ അനുമതി നൽകിയതായും 6 അംഗൻവാടികൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചതായും കല്ലടയാറിന് കുറുകെ എലിക്കാട്ടൂരിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി 6.5 കോടി രൂപ അനുവദിച്ചതായും ഗണേഷ് കുമാർ പറഞ്ഞു. എലിക്കാട്ടൂർ പാലത്തിന് 5.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നബാർഡിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. കല്ലടയാറിന് കുറുകെ 13 വർഷത്തിനുള്ളിൽ എന്നെ MLA ആക്കിയ ശേഷം നിങ്ങൾ എനിക്ക് തന്ന അവസരത്തിൽ പണിയുന്ന 5ാമത്തെ പാലം. ചടങ്ങിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു, റാണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ മഞ്ഞക്കാല ഗവൺമെന്റ് BLP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ സംഘടനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മറ്റുള്ളവന്റെ വേദന അറിയുന്ന ഒരു കൂട്ടം സഹോദരിമാരുടെയുണ്ട്. ആദ്യം അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ക്യാൻസർ രോഗം മടിവിട്ട തുളസിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ 2.5 ലക്ഷം രൂപ സമാഹരിച്ച കുടുംബശ്രീയിലെ സഹോദരിമാരുടെയുണ്ട്. നമ്മൾ ഇവിടെ ഈ ഇരിക്കുന്ന കസേരകൾ വാങ്ങിക്കൊടുക്കാൻ സന്മനസ് കാണിച്ചതും അവരാണ്. ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘമാണ്. ഈ സ്കൂളിൽ പഠിച്ച് വലിയ നിലയിലെത്തിയ ഒരുപാട് വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്. അവരുടെ സഹകരണം കൂടി തേടിക്കൊണ്ട്, സഹായം തേടിക്കൊണ്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് വളരുക. മാറിവരുന്ന വകുപ്പ് മന്ത്രിമാരാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകിടം മറിച്ചതെന്ന് KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു നിർവഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PA സജിമോൻ, നവോദയ സ്കോളർഷിപ്പ് ജേതാവ് കുമാരി ചിപ്പി, പൂർവ്വ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K വേണുപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയാമ്മ ടീച്ചർ, G രാധാമോഹൻ, R രജില, K ഡാനിയൽ, TM ബിജു, R രാധാകൃഷ്ണൻ, R സോമശേഖരപിള്ള, T ജയപ്രകാശ്, C രാധാകൃഷ്ണൻ നായർ, K രാധാകൃഷ്ണൻ, C സോമൻ, K അജിരാജൻ പിള്ള എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര കലാമേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ലൈവ് വാർത്ത, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച ഇടമൺ സത്രം ജംഗ്ഷൻ തൈക്കാവ് തേവർക്കുന്ന് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരനാണ് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഈ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട റോഡുകളൊന്നാണ്. പ്രത്യേകിച്ചും ഇടമൺ ജംഗ്ഷനിലേക്ക് വരുവാൻ തേവറുകുന്ന് നിവാസികൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു റോഡെന്നുള്ള നിലയിൽ ഇതിൻ്റെ പ്രാധാന്യം പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനാവശ്യമായ തുക അനുവദിച്ചത്.
2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് സത്രം ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. ചടങ്ങിന് തെന്മല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം അധ്യക്ഷത വഹിച്ചു. RSP മണ്ഡലം സെക്രട്ടറി M നാസർ ഖാൻ, കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇടമൺ മുഹമ്മദ് ഖാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TA അനീഷ്, കൺവീനർ സക്കീർ ഹുസൈൻ, കോൺഗ്രസ് പ്രവർത്തകരായ C പ്രിൻസ്, TM ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുനലൂരിലെ ക്ഷേത്രങ്ങളിലും തിരക്കേറി. പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദീപാരാധന ദൃശ്യങ്ങളിലേക്ക്. മണ്ഡല മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായി പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കുണ്ടായിരുന്നു. ഗണപതി ഹോമം, ഉഷപൂജ, രാമായണ പാരായണം, വൈകിട്ട് ലക്ഷാർച്ചന, കടക്കൽ പുഷ്പൻ നയിച്ച ഭജന എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനവിരുദ്ധ നയങ്ങളും അഴിമതിയുമായി മുന്നേറുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. CPI പത്തനാപുരം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ ഭാഗത്ത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നാലിലൊന്നായി ചുരുക്കുന്നു. ആശാവർക്കർമാർ, ICDS, അംഗനവാടി, ഏറ്റവും താഴെത്തട്ടിൽ ജീവിതവും ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അത്തരം മേഖലകളിലുള്ള ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എല്ലാം വെട്ടിക്കുറച്ച് വരുമ്പോഴാണ് രാജ്യത്തെ പുത്തൻ മുതലാളിമാർക്ക്, സമ്പന്ന വിഭാഗങ്ങൾക്ക് ഈ സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ ജനവിരുദ്ധരും അഴിമതിക്കാരും ഏറ്റവും കൊള്ളരുതാത്ത ഒരു ഭരണത്തിന്റെ നായകരാണ് എന്ന സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായ സമരങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ, ഒരു കളക്ടറേറ്റ് മാർച്ച്, ഒരു സത്യാഗ്രഹം, ഒരു ധർണ അവസാനിപ്പിക്കാൻ കഴിയില്ല. നിരന്തരമായ സമരങ്ങളാണ്. ആ നിരന്തരമായ സമരങ്ങളിൽ ചില തീരുമാനങ്ങൾ, ചില റിസൾട്ടുകൾ ഉണ്ടാകണം. ഇപ്പൊ അവസാനം ഉമ്മൻചാണ്ടിക്കെതിരായി ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ സമരങ്ങൾക്കൊക്കെ ചില സ്വാധീനങ്ങളുണ്ട്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി CPIയെ വളർത്തിയെടുക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് CPI മണ്ഡലം സമ്മേളനം സമാപിച്ചത്. വിവിധ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. വർദ്ധിച്ച കെട്ടിട നികുതി പിൻവലിക്കുക, ടൌൺ വികസനത്തിനായി വനംവകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമി വിട്ടുകൊടുക്കുക, പത്തനാപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി നവീകരിക്കുക, KSRTC ഡിപ്പോയുടെ വികസനം യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും CPI മണ്ഡലം സമ്മേളനം ഉന്നയിച്ചു. മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വവും കാർഷിക സമ്മേളനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രകാശ് ബാബുവും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ, സത്യൻ മുകേരി, KR ചന്ദ്രമോഹൻ, R ലതാദേവി, അഡ്വക്കേറ്റ് H രാജീവൻ, സാം K ഡാനിയൽ, M സലീം എന്നിവർ വിവിധ യോഗങ്ങളിൽ സംസാരിച്ചു. CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറിയായി M ജിയാസുദ്ദീനെ വീണ്ടും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആദിവാസി ഊരുകളിലെ ദുരിതങ്ങൾ അരങ്ങത്തെത്തിച്ചാണ് ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വഴിയടയാളം എന്ന നാടകം ജില്ലാ കലോത്സവത്തിൽ ഒന്നാമതെത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നാടക സംഘം. ജനുവരി 5 മുതൽ 8 വരെ ചവറയിൽ നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ ആദിവാസി ഊരിന്റെ കഷ്ടതകളും ദൈന്യതകളും അരങ്ങത്തെത്തിച്ച് കാണികളെ അമ്പരപ്പിച്ചത്. ഏകാംഗ നാടക മത്സരം നടന്ന മിന്നാംതോട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കാണികളെ അത്ഭുതപ്പെടുത്തി സ്കൂളിലെ തന്നെ കൊച്ചുമിടുക്കൻ S സുധീഷ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 2 വർഷം സബ് ജില്ലയിൽ എനിക്ക് ബെസ്റ്റ് നടൻ കിട്ടി. ഇപ്രാവശ്യം ജില്ലയിലും എന്നെ ബെസ്റ്റ് നടനായിട്ട് തിരഞ്ഞെടുത്ത്. ഇപ്പം അടുത്തതായിട്ട് ഞങ്ങളിപ്പം സംസ്ഥാനം കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോവാം. ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളും എല്ലാം നല്ലൊരു പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സംസ്ഥാനത്തും ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ. സാധാരണ ഏകാംഗ നാടകരചനാ ശൈലിയിൽ നിന്ന് വിഭിന്നമായി ആദിവാസി ജനത അനുഭവിക്കുന്ന ദുരിതം പച്ചയായി വരച്ചുകാട്ടാൻ രചയിതാവായ പ്രദീപ് കണ്ണങ്കോടിന് സാധിച്ചു. രചനയുടെ സാരം ചോർന്നു പോകാതെ ദൃശ്യഭാഷ്യമൊരുക്കിയ അഭിലാഷ് പരവൂരിന്റെ പരിശ്രമത്തിന് സ്കൂൾ അധികൃതരും PTA-യും അഭിനേതാക്കളും ഒറ്റക്കെട്ടായി നൽകിയ സാക്ഷാത്കാരമാണ് നാടകത്തിന്റെ വിജയം. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ കടുത്ത പരിശീലനത്തിലാണ് അഭിനേതാക്കളും അധ്യാപകരും. വഴിയടയാളം എന്ന ഈ നാടകം സംസ്ഥാന മത്സരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് അധ്യാപകർ. ഇതിന് സംസ്ഥാനത്തും 1ാം സമ്മാനം ലഭിക്കും എന്ന് തന്നെയാണ്
തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദിവാസി ഊരുകളിൽ ജീവിതമാണ് ഞങ്ങളിവിടെ ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചത്. ഇതിന്റെ രചന നിർവഹിച്ചത് ഈ സ്കൂളിലെ മുൻ അധ്യാപകനും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവുമായ പ്രദീപ് കുമാർ സാറാണ്. ഇതിന്റെ സംവിധാനം ചെയ്തിരുന്നത് അഭിലാഷ് പരവൂർ ആണ്. സാമ്പത്തികമായി നല്ല ബാധ്യത ഉണ്ടാക്കിയ ഒരു നാടകമാണ്. എന്നാൽ ഇതിനുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് മാനേജ്മെന്റ് നിർലോഭമായി തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാടകം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് സുധീഷിനൊപ്പം ജീവൻ കെ ജെയിംസ്, സിബിൻ സജി, എ കാർത്തിക, ഐശ്വര്യ സുധീഷ്, ആഷ്ലി ബാബു, ഐശ്വര്യ എസ് ആനന്ദ്, പാർവതി എസ് രത്നാകരൻ, ജെ അലീഷ, എ ആഷിഖ് എന്നിവരാണ് വഴിയടയാളം അരങ്ങത്തെത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ തൈറോയിഡ് രോഗികളുടെ എണ്ണത്തിലെ വർധന ആശങ്കാജനകമെന്ന് ഹോമിയോപ്പതി മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ. രോഗബാധയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്. ആരംമുനയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രവർത്തകർ കൊഴിയുന്നു. കൊഴിഞ്ഞുപോയവർ CPIയിലേക്ക്. പത്തനാപുരം മണ്ഡലത്തിലെ അംഗവൈകല്യമുള്ളവർക്കെല്ലാം മുച്ചക്രവാഹനം നൽകുമെന്ന് KB ഗണേഷ് കുമാർ MLA. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.